Hello dear everyone, welcome. My name is Nishad and I'm from English Wow. 10 കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസാണ്. ഈ 10 കാര്യങ്ങളും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാനും ഫ്ലുവൻ്റ് ആകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് ഈ ക്ലാസ് ഇതിൻ്റെ അവസാനം വരെ കാണുക. പിന്നെ ഇതിൻ്റെ ഒരു ക്വിസ് ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ നമുക്ക് ഇംഗ്ലീഷിൽ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ മതി. ഐ ആം തിങ്കിങ് എബൌട്ട് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഐ ആം തിങ്കിങ് എബൌട്ട്. ശ്രദ്ധിക്കണം, ഐ ആം തിങ്കിങ് എബൌട്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ആം തിങ്കിങ് എബൌട്ട്, അതാദ്യം പറയാം. പിന്നെ നമ്മൾ പറയുന്നത് ING ഉള്ളൊരു രൂപമായിരിക്കും. നമ്മളതിന് ജെറണ്ട് എന്നാണ് പറയുക, അല്ലെങ്കിൽ വേർബൽ നൗൺ എന്ന് പറയും. സോ ഐ ആം തിങ്കിങ് എബൌട്ട് റിസൈൻ അല്ല റിസൈനിങ്. അപ്പോൾ ഈ തിങ്കിങ് എബൌട്ടിന് ശേഷം വരുന്നതൊക്കെ ഇങ്ങനെയുള്ള ING ജെറണ്ടുകളായിരിക്കും, അല്ലെങ്കിൽ വേർബൽ നൗൺ എന്ന് അതിന് പറയാം കേട്ടോ. സോ ഐ ആം തിങ്കിങ് എബൌട്ട് റിസൈനിങ് ഫ്രം മൈ ജോബ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഞാനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസാണെന്ത്? ഐ ആം തിങ്കിങ് എബൌട്ട് പിന്നെ ING ഫോം. ഐ ആം തിങ്കിങ് എബൌട്ട് റിസൈനിങ് മൈ ജോബ്. ഇനി അടുത്തൊരു കാര്യം, ഞാനൊരു ലോങ് ആയിട്ടുള്ളൊരു യാത്ര പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ നമ്മൾ പറയാം? ഐ ആം തിങ്കിങ് എബൌട്ട്. പെട്ടെന്ന് അത് പറയാം, ഐ ആം തിങ്കിങ് എബൌട്ട്. പിന്നെ പോവുക എന്നുള്ളതിന് ഗോയിങ് എന്ന് പറയാം അല്ലേ. സോ ഐ ആം തിങ്കിങ് എബൌട്ട് ഗോയിങ് ഓൺ എ ലോങ് ട്രിപ്പ്. ഐ ആം തിങ്കിങ് എബൌട്ട് ഗോയിങ് ഓൺ എ ലോങ് ട്രിപ്പ്. ഞാനൊരു പുതിയ സിറ്റിയിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെ പറയാം? ഐ എം തിങ്കിങ് എബൌട്ട് മൂവിങ് ടു എ ന്യൂ സിറ്റി. ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുമ്പോഴാണ് ഐ എം തിങ്കിങ് എബൌട്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആ കാര്യം നമ്മൾ പറയുന്നത്. പിന്നെ ഇപ്പോൾ ഐ ആം തിങ്കിങ് എബൌട്ട് എന്ന് മാത്രമല്ല, അപ്പോൾ ഹീ ഈസ് തിങ്കിങ് എബൌട്ട് അല്ലെങ്കിൽ ഷീ ഈസ് തിങ്കിങ് എബൌട്ട് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ ഒരു ബോണസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഇങ്ങനെ മാത്രം പറയാതെ, ഇപ്പോൾ ഞാൻ പറയാണ് വെൽ ഐ ആം തിങ്കിങ് എബൌട്ട് മൂവിങ് ടു എ ന്യൂ സിറ്റി അല്ലെങ്കിൽ മൂവിങ് ടു എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ നിങ്ങൾ ആ വെൽ എന്ന് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത് പറയുമ്പോൾ നമ്മുടെ സംസാരത്തിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ടോൺ വരും. വെൽ ഐ എം തിങ്കിങ് എബൌട്ട് റിസൈനിങ് മൈ ജോബ്. കണ്ടോ? ഇപ്പോൾ ഈ വെൽ എന്ന് പറയുന്നത് അതിനൊരു വലിയൊരു അർത്ഥമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അതൊരു നാച്ചുറൽ വേ ഓഫ് സ്പീക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ വെൽ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ പറയുമ്പോൾ ഒരു വെൽ എന്നുള്ളൊരു സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ടൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. നമ്മളോട് ഒരാൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളതിന് ആൻസറായിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ വെൽ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് അത് കൂട്ടും. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് തിങ്കിങ് എബൌട്ട് എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യമില്ല എന്ന് പറയില്ലേ, അതിൽ വലിയ കാര്യമൊന്നുമില്ല, വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല എന്ന് പറയില്ലേ, അങ്ങനെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു യൂസാണ് എന്ത്? ദർ ഈസ് നോ പോയിൻ്റ് ഇൻ. അങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ദർ ഈസ് നോ പോയിൻ്റ് ഇൻ. ദർ ഈസ് നോ പോയിൻ്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് ആ കാര്യം നമ്മൾ പറയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉദാഹരണം പറയാം. അവനോട് തർക്കിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല എന്ന് പറയാം. തർക്കിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ജയിക്കാൻ പോകണില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടൂല എന്നുള്ള അർത്ഥത്തിലാണ്. സോ എങ്ങനെ പറയാം? ദർ ഈസ് നോ പോയിൻ്റ് ഇൻ. പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഇതാണ് കേട്ടോ. ദർ ഈസ് നോ പോയിൻ്റ് ഇൻ. പിന്നെ തർക്കിക്കുക, അവിടെ ആർഗ്യൂ എന്നല്ല പറയണത്, ആർഗ്യൂയിങ്. ആർഗ്യൂയിങ്. ദർ ഈസ് നോ പോയിൻ്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം. അവനോട് തർക്കിക്കുന്നതിൽ അല്ലെങ്കിൽ തർക്കിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ദർ ഈസ് നോ പോയിൻ്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം. അപ്പോൾ ആ പോയിൻ്റ് ഇൻ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് എന്താണ്? ING ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെറണ്ടാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഗോട്ട് ഇറ്റ്? സോ ദർ ഈസ് നോ പോയിൻ്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം. ദർ ഈസ് നോ പോയിൻ്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം. അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഹൗ ക്യാൻ യു സേ ദാറ്റ്? ദർ ഈസ് നോ പോയിൻ്റ് ഇൻ തിങ്കിങ് എബൌട്ട് ഇറ്റ് നൗ. കണ്ടോ? ദർ ഈസ് നോ പോയിൻ്റ് ഇൻ. പിന്നെ പറയുന്നത് എന്താണ്? ഒരു ING ഫോമാണ് അല്ലെങ്കിൽ ഒരു ജെറണ്ടാണ്. ദർ ഈസ് നോ പോയിൻ്റ് ഇൻ തിങ്കിങ് എബൌട്ട് ഇറ്റ് നൗ. ഇവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെ പറയാം? ദർ ഈസ് നോ പോയിൻ്റ് ഇൻ സ്റ്റേയിങ് ഹിയർ. അവിടെ സ്റ്റേ എന്നുള്ളതിൻ്റെ കൂടെ ING വെക്കുക. സോ ദർ ഈസ് നോ പോയിൻ്റ് ഇൻ സ്റ്റേയിങ് ഹിയർ.
നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ദർ ഇസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം, ദർ ഇസ് നോ പോയിന്റ് ഇൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് നൗ, ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്റ്റേയിങ് ഹിയർ. ഇങ്ങനെ കാര്യമൊന്നുമില്ല, അതിൽ വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ദർ ഇസ് നോ പോയിന്റ് ഇൻ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ജെറണ്ട് ഉപയോഗിക്കും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഞാൻ വെൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു യൂസ്. ഇപ്പോൾ നിങ്ങളൊരു അഭിപ്രായമായിട്ട് പറയാണ്. അപ്പോൾ നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോണസായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഐ തിങ്ക്. ഇത് ഐ തിങ്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറയാനാണ് നമ്മൾ ഐ തിങ്ക് ഉപയോഗിക്കുന്നത്. സോ ഐ തിങ്ക് ദർ ഇസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം. കണ്ടോ, അതിന് കുറച്ചും കൂടി ഒരു ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ടോൺ വന്നു. You understand? So I think there is no point in arguing with him. I think there is no point in staying here. I think there is no point in thinking about it right now. Something like that. So speak it when the situation demands. ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആദ്യം ഞാൻ പറഞ്ഞത് വെൽ എന്നാണ്, വെൽ. രണ്ടാമത് പറഞ്ഞത് ഐ തിങ്ക് എന്നാണ്. പിന്നെ ആ സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു നോക്കുക. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഐ സെഡ് ഐ എം തിങ്കിങ് അബൌട്ട് സംതിങ്, അല്ലേ? ഐ എം തിങ്കിങ് അബൌട്ട്. പിന്നെ നമ്മളൊരു ജെറണ്ട് പറഞ്ഞു. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് എന്താണ്? ദർ ഇസ് നോ പോയിന്റ് ഇൻ, ദർ ഇസ് നോ പോയിന്റ് ഇൻ. പിന്നെ ഒരു ജെറണ്ട് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നമ്മൾ പറയില്ലേ? കുറച്ചുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ സന്തോഷമേ ഉള്ളൂ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് ചെയ്യാൻ എന്ന് പറയാനാണ് നമ്മൾ ഐ വുഡ് ബി ഹാപ്പി ടു എന്ന് പറയാം. ഐ വുഡ് ബി ഹാപ്പി ടു. ഓക്കെ, സോ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാൻ. അപ്പോൾ ടൂവിന് ശേഷം പിന്നെ അവിടെ ഒരു വേർബാണ് കേട്ടോ. നേരത്തെ നമ്മൾ എന്താ പറയുക, ഒരു ജെറണ്ടാണ് പറഞ്ഞത്, ഇവിടെ ഒരു വേർബാണ്. സോ ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു. കണ്ടോ, ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു. നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാനതിൽ സന്തോഷവാനാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു. നിങ്ങളുടെ കൂടെ കൂടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ പറയാം? ഐ വുഡ് ബി ഹാപ്പി ടു ജോയിൻ യു. ഐ വുഡ് ബി ഹാപ്പി ടു ജോയിൻ യു. അപ്പോൾ ഇങ്ങനെ നമ്മൾ സന്തോഷമേ ഉള്ളൂ എന്ന് പറയാനാണ് നമ്മൾ ഐ വുഡ് ബി ഹാപ്പി ടു എന്ന് പറയാം. ഐ വുഡ് ബി എന്നൊന്നും പറയണ്ട, ഐ വുഡ് ബി ഹാപ്പി ടു എന്ന് പറഞ്ഞാൽ മതി. ഐ വുഡ് ബി ഹാപ്പി ടു പിക്ക് യു അപ്പ് ഫ്രം ദി എയർപോർട്ട്. കണ്ടോ, ഐ വുഡ് ബി ഹാപ്പി ടു പിക്ക് യു അപ്പ് ഫ്രം ദി എയർപോർട്ട്. എയർപോർട്ടിൽ നിന്ന് നിന്നെ പിക്ക് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നമുക്കത് സന്തോഷമാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ പറയാം ഐ വുഡ് ബി ഹാപ്പി ടു. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വെൽ ഐ വുഡ് ബി ഹാപ്പി ടു. കണ്ടോ, അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. വെൽ ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു. I would be happy to join you. I would be happy to join you for dinner. I hope you got that idea. Let's move to the next one. അടുത്ത എന്താണെന്നറിയോ? എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയില്ലേ? എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല. അതായത് യു ആർ നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ടു ഡു ദാറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് മൂഡിലല്ല, നല്ലൊരു മൂഡിലല്ല. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്ന് പറയാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസാണ് കേട്ടോ. നമ്മളെപ്പോഴും പറയുന്നൊരു സംഗതിയാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. എന്താണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക്? പിന്നെ ഒരു ജെറണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ING. ഇപ്പോൾ ഉദാഹരണം, എനിക്ക് പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല. കണ്ടോ, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോകാൻ തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു മൂഡില്ല, ഞാൻ ആ ഒരു മൂഡിലല്ല എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ വേറൊരു സംഗതി പറയണം. സത്യം പറഞ്ഞാൽ. എന്താ സത്യം പറഞ്ഞാൽ എന്ന് പറയാം? അപ്പോൾ നമ്മൾ ടു ബി ഓണസ്റ്റ്. നമ്മളൊരാളോട് വളരെ ഫ്രാങ്കായിട്ട് ഓപ്പണായിട്ട് പറയുന്ന ഒരു യൂസാണ് എന്ത്? ടു ബി ഓണസ്റ്റ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോകാൻ തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെ പറയാം? ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. അപ്പോൾ ഈ ടു ബി ഓണസ്റ്റ് അല്ലെങ്കിൽ വെൽ, ഐ തിങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂടും. ഓക്കെ, so to be honest I don't feel like going out. To be honest I don't feel like eating anything right now. To be honest I don't feel like eating anything right now. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. To be honest, സത്യം പറഞ്ഞാൽ to be honest I don't feel like eating anything right now. You understand? എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറയാം, I don't feel like talking about it. I don't feel like talking about it. To be honest I don't feel like talking about it. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്ന് പറയാം.
ടു ബി ഓണസ്റ്റ് എന്നും കൂടി കൂട്ടിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഒരു കാര്യം നടക്കേണ്ട സമയം അധികമായി എന്ന് നമ്മൾ പറയില്ലേ, അതായത് അത് നടക്കേണ്ട അല്ലെങ്കിൽ ആ ചെയ്യേണ്ട സമയം അധികരിച്ചു അല്ലെങ്കിൽ അതിന് അപ്പുറത്തുള്ള സമയത്തിൽ നമ്മൾ എത്തി എന്ന് പറയുമ്പോഴാണ് ഇറ്റ്സ് ടു ലേറ്റ് എന്ന് പറയാം. ഇറ്റ്സ് ടു ലേറ്റ്. ഇറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്നുള്ളതാണ് കേട്ടോ, അതിന് നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് ഇറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ടു ലേറ്റ്. ഉദാഹരണം പറയാം, ബസ് പിടിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിൽ അത് അധികരിച്ചു. അപ്പോൾ എങ്ങനെ പറയാം? ഇറ്റ്സ് ടു ലേറ്റ് ടു ക്യാച്ച് ദ ബസ്. ഇറ്റ്സ് ടു ലേറ്റ് ടു ക്യാച്ച് ദ ബസ്. ഇവിടെ ടു ലേറ്റ് ടു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു വേർബാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ടു ലേറ്റ് ടു ക്യാച്ച് ദ ബസ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് എന്നൊന്ന് വെച്ച് പറഞ്ഞു നോക്കുക. ഐ തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ് ടു ക്യാച്ച് ദ ബസ്. ഇപ്പോൾ നിങ്ങളൊരു അഭിപ്രായമായിട്ട് നിങ്ങളവിടെ പറയണം, ഐ തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ് ടു ക്യാച്ച് ദ ബസ്. ഐ തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ് ടു ചേഞ്ച് അവർ പ്ലാൻസ്. നമ്മുടെ പ്ലാൻസുകളൊക്കെ മാറ്റേണ്ട സമയം അധികരിച്ചു അല്ലെങ്കിൽ അതിനുള്ള സമയമായി. ഓക്കെ, സോ ഇറ്റ്സ് ടു ലേറ്റ് to change our plans. I think it's too late to change our plans. എനിക്ക് തോന്നുന്നത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം വൈകി എന്നുള്ളതാണ്, അധികരിച്ചു. I think it's too late to submit the assignment. I think it's too late to submit the assignment. എനിക്ക് തോന്നുന്നത് അവരെ വിളിക്കേണ്ട സമയം അധികരിച്ചു അല്ലേ. I think it's too late to call them. I think it's too late to call them. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? I think ഇറ്റ്സ് ടു ലേറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഒരു കാര്യം ചെയ്യേണ്ട സമയമായി അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ടു ലേറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ഐ എം നോട്ട് ഷുവർ വാട്ട് ടു എന്ന് വെച്ചിട്ട് പറയാം. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു. ഞാൻ എക്സാമ്പിൾ പറയാം. എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് നമ്മൾ പറയില്ല. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു. അപ്പോൾ ഐ എം നോട്ട് ഷുവർ വാട്ട് ടു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആ വേർബ് മാത്രം നമ്മളവിടെ യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു വെയർ. എന്ത് അണിയണം, എന്ത് ഉടുക്കണം അല്ലേ, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് അണിയണം അല്ലെങ്കിൽ എന്ത് ഉടുക്കണം എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു വെയർ. ഡിന്നറിന് എന്താ ഉണ്ടാക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു കുക്ക് ഫോർ ഡിന്നർ. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു കുക്ക് ഫോർ ഡിന്നർ. ഈ പറഞ്ഞ സെൻറ്റൻസുകളിലേക്ക് മുമ്പ് നമ്മൾ വെൽ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെൽ ഐ എം നോട്ട് ഷുവർ വാട്ട് ടു കുക്ക് ഫോർ ഡിന്നർ. വെൽ ഐ എം നോട്ട് ഷുവർ വാട്ട് ടു വെയർ. വെൽ ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു റൈറ്റ് നൗ. ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഐ എം നോട്ട് ഷുവർ വാട്ട് ടു. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു. ഇങ്ങനെ പറഞ്ഞിട്ട് സെൻറ്റൻസുകൾ പ്രിപ്പയർ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ ഐ എം നോട്ട് ഷുവർ വാട്ട് ടു എന്ന് പറയാം. അടുത്തൊരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാതിരിക്കാനാവില്ല, അതായത് ചെയ്യാതിരിക്കാനാവില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്തു പോകുന്നു. ഇത് രസകരമാണ്, കുറച്ച് കൺഫ്യൂസിങ്ങുമാണ് കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ, ഇപ്പോൾ എനിക്ക് ആ തമാശ കേൾക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പഴയ കോമഡി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചിരി വരുന്ന രംഗം, ഞാൻ എപ്പോഴൊക്കെ ആ കോമഡി കാണണോ അപ്പോഴൊന്നും എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല, അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസാണ് എന്ത്? ഐ കാണ്ട് ഹെൽപ്പ് പ്ലസ് ING ഫോം, അതായത് ജെറണ്ട്. ഐ കാണ്ട് ഹെൽപ്പ് ലാഫിങ് വെനെവർ ഐ ഹിയർ ദാറ്റ് ജോക്ക്. ഐ കാണ്ട് ഹെൽപ്പ് ലാഫിങ്. ഐ കാണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ലാഫിങ് അല്ലേ? ഐ കാണ്ട് ഹെൽപ്പ് ലാഫിങ് വെൻ ഐ ഹിയർ ദാറ്റ് ജോക്ക്. ആ തമാശ കേൾക്കുമ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ കാണ്ട് ഹെൽപ്പ് എന്നുള്ള സംഗതിക്കൊന്നും അങ്ങനെ ഒരു മീനിങ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത് ഇംഗ്ലീഷിലൊരു യൂസാണ്. ഓക്കെ, സോ ഐ കാണ്ട് ഹെൽപ്പ് ലാഫിങ് വെൻ ഐ ഹിയർ ദാറ്റ് ജോക്ക്. ആ ജോക്ക് കേൾക്കുമ്പോഴൊന്നും എനിക്ക് ചിരിക്കാതിരിക്കാനാവില്ല, ഞാൻ ചിരിച്ചു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇന്നലെ സംഭവിച്ചതിനെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ സംഭവിച്ചതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ഐ കാണ്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. കണ്ടോ? ഐ കാണ്ട് ഹെൽപ്പ് തിങ്കിങ്. ആ ഹെൽപ്പ് എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്? തിങ്കിങ്. ഐ കാണ്ട് ഹെൽപ്പ് തിങ്കിങ്. ഐ കാണ്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. യു അണ്ടർസ്റ്റാൻഡ്? എനിക്ക് ഭാവിയെക്കുറിച്ച് വറീഡ് ആകാതിരിക്കാൻ കഴിയില്ല അല്ലേ? സോ എങ്ങനെ പറയാം? ഐ കാണ്ട് ഹെൽപ്പ് worrying. It's not worry. I can't help worrying about the future. I can't help worrying about the future. ഇപ്പോൾ ഈ അർത്ഥത്തിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ എന്ന് പറയുന്നത് നമ്മളെന്താ പറഞ്ഞത്? ടു ബി ഓണസ്റ്റ്.
To be honest, I can't help worrying about the future. To be honest, I can't help laughing when I hear that joke. ഇങ്ങനെ പറഞ്ഞു നോക്കുക. ടു ബി ഓണസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. അടുത്തൊരു കാര്യം, ഒരു സംഗതി നമുക്ക് ബെനിഫിറ്റാണ് അല്ലെങ്കിൽ വാല്യുബിൾ ആണ്, അത് ചെയ്യുന്നതിൽ കാര്യമുണ്ട് കേട്ടോ, എന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ആ അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുക, ഇറ്റ്സ് വർത്ത് എന്ന് പറയാം. ഇറ്റ്സ് വർത്ത്. അപ്പോൾ നമ്മൾ ഇറ്റ്സ് വർത്ത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ജെറണ്ട് ഉപയോഗിക്കും. അപ്പോൾ ഇറ്റ്സ് വർത്ത് ട്രൈയിങ് ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് വർത്ത് ട്രൈയിങ് ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം കഴിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം ആ ഭക്ഷണം നല്ലതാണ്, അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ്, അതിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്, അത് സംതിങ് വാല്യുബിൾ. അപ്പോഴാണ് ഇറ്റ്സ് വർത്ത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ING ഫോം ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വർത്ത് ട്രൈയിങ് ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്. ഇറ്റ്സ് വർത്ത് സ്പെൻഡിങ് ടൈം വിത്ത് യുവർ ഫാമിലി. ഇറ്റ്സ് വർത്ത് സ്പെൻഡിങ് ടൈം വിത്ത് യുവർ ഫാമിലി. ആ വർത്ത് എന്ന് പറഞ്ഞതിന് ശേഷം ING ഫോം കണ്ടോ. ഇറ്റ്സ് വർത്ത് സ്പെൻഡിങ് ടൈം വിത്ത് യുവർ ഫാമിലി. ഇറ്റ്സ് വർത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ എ ഗുഡ് എഡ്യൂക്കേഷൻ. ഇറ്റ്സ് വർത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ എ ഗുഡ് എഡ്യൂക്കേഷൻ. നല്ല എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, അത് വർത്താണ്, അത് വാല്യൂബിൾ ആണ് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയുന്ന പോലെ എന്താ പറയുക, ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ ഗുഡ് എഡ്യൂക്കേഷൻ. ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ട്രൈയിങ് ഔട്ട് ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്. അങ്ങനെ അഭിപ്രായം പറയുന്ന പോലെ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇറ്റ്സ് വർത്ത് പ്ലസ് ജെറണ്ട്. ഗോട്ട് ഇറ്റ്? ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഒരു സംഗതി നടക്കാൻ അല്ലെങ്കിൽ കാര്യം ചെയ്ത് കിട്ടാൻ എത്ര സമയം എടുക്കും നമ്മൾ ചോദിക്കാറില്ലേ? സാധാരണ എടുക്കുന്ന സമയത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ എന്ത് പറയാം, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു. വാട്ട് ഈസ് ഇറ്റ്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു. How long does it take to? It's a question in fact. Okay? How long does it take to? ഉദാഹരണം പറയാം, എയർപോർട്ടിലെത്താൻ എത്ര സമയം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും സാധാരണ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ? ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, പെരിന്തൽമണ്ണെന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിലെത്താൻ അല്ലേ, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചോദിക്കുകയാണ്. സോ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ടു ദി എയർപോർട്ട്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ടു ദി എയർപോർട്ട്? എന്താണ് പറഞ്ഞാൽ എയർപോർട്ടിലെത്താൻ എത്ര സമയം എടുക്കാറുണ്ട്. ഓക്കെ, സോ ആ ഒരു എന്താ ടൈമിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു എന്ന് പറയുന്നത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ബേക്ക് ദ കേക്ക്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ബേക്ക് ദ കേക്ക്? വാട്ട് ഈസ് ഇറ്റ്? കേക്ക് ബേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും, എത്ര സമയം എടുക്കാറുണ്ട്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ബേക്ക് ദ കേക്ക്? നിൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് എത്താൻ എത്ര സമയം എടുക്കാറുണ്ട്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഡ്രൈവ് ടു യുവർ ഹൗസ്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഡ്രൈവ് ടു യുവർ ഹൗസ്? മനസ്സിലായോ? എത്ര സമയമെടുക്കും, എത്ര സമയമെടുക്കാറുണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു. ടുവിന് ശേഷം ആ ആക്ഷൻ നമ്മൾ പറയാം കേട്ടോ. ടു ഡ്രൈവ് അല്ലെങ്കിൽ ടു റീച്ച്, ടു ഗെറ്റ് ആ അർത്ഥത്തിൽ. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ആൻഡ് ദ ഫൈനൽ വൺ, ഒരാൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മണ്ടത്തരം ചെയ്തു, നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണ്ടത്തരം. അങ്ങനെ ആ മണ്ടത്തരം ചെയ്യുന്ന സമയത്താണ് നമ്മൾ അയാളോട് എന്ത് പറയുക? ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു എന്ന് പറയാം. ഇപ്പോൾ ആലോചിക്കുക, അയാൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് വീട്ടിൽ മറന്നു വെച്ചിട്ട് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളോട് നമ്മൾ പറയുന്നത് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ഫൊർഗെറ്റ് ദ പാസ്പോർട്ട് അറ്റ് ഹോം. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ഫൊർഗെറ്റ് ദ പാസ്പോർട്ട് അറ്റ് ഹോം. വീട്ടിൽ പാസ്പോർട്ട് മറന്നു വെച്ചത് മണ്ടത്തരായിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മണ്ടത്തരാണ് നീ ചെയ്തത്. അപ്പോൾ അയാളോട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ഫൊർഗെറ്റ് യുവർ പാസ്പോർട്ട് അറ്റ് ഹോം. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ഫൊർഗെറ്റ്. ഇപ്പോൾ സ്റ്റുപ്പിഡ് ഓഫ് യു ടു എന്ന് പറഞ്ഞതിന് ശേഷം ചെയ്ത മണ്ടത്തരം അതിൻ്റെ വേർബ് അവിടെ. സോ ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ഫൊർഗെറ്റ് യുവർ പാസ്പോർട്ട് അറ്റ് ഹോം. ഗോട്ട് ഇറ്റ്? കണ്ണു അടച്ച് അവനെ വിശ്വസിച്ചത് മണ്ടത്തരായിപ്പോയി, അതൊരു വിഡ്ഢിതരായിപ്പോയി. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ട്രസ്റ്റ് അല്ലേ, നമ്മളൊരാളെ വിശ്വസിക്കുന്നതിന് ട്രസ്റ്റ് എന്ന് പറയും. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു, നിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു മണ്ടത്തരാണത്. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ട്രസ്റ്റ് ഹിം ബ്ലൈൻഡ്ലി. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ട്രസ്റ്റ് ഹിം ബ്ലൈൻഡ്ലി. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ഇഗ്നോർ ദ വാർണിംഗ് സൈൻസ്. ഈ വാർണിംഗ് സൈൻസ് ഒക്കെ ഇഗ്നോർ ചെയ്തത് മണ്ടത്തരായി പോയി, അതുകൊണ്ടാണ് അപകടം സംഭവിച്ചത്. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ഇഗ്നോർ ദ വാർണിംഗ് സൈൻസ്. യു അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയ ശകലങ്ങൾ, ഇപ്പോൾ വെൽ, ഐ തിങ്ക്, ടു ബി ഓണസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയും വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ? പിന്നെ ഇത്തരത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഒരു ഡെയിലി ഒരു 30-40 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ഉണ്ട്. 60 ദിവസത്തെ 30 ദിവസത്തെ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ലെവലിനനുസരിച്ചിട്ടുള്ള കോഴ്സുകളാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുള്ളൊരു ക്വിസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. Thank you so much for watching. So I'll be back soon with another useful class. Till then, bye everyone. Take care.